വെൽക്കം ടു മോൾ മാത്യൂസ് കിച്ചൺ ആൻഡ് ഗാർഡൻ. നമ്മൾ തന്നെ ചെയ്യാൻ പോണേ ക്യാരറ്റ് ഹാർവെസ്റ്റ് ചെയ്യാൻ, പിന്നെയോ ടൊമാറ്റോസ് ഹാർവെസ്റ്റ് ചെയ്യാൻ, പിന്നെയോ നല്ല ഈസി ആയിട്ടുള്ളൊരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും പറഞ്ഞുതരാം. കഴിക്കില്ല കണ്ടിട്ട് ഇത് പറ്റും, കണ്ടിട്ട് ഒരു വിധം വലുപ്പമുള്ളൂ. നരക്കുന്ന പറിക്കും, ബാക്കിയുള്ളത് വലുതാക്കി കൊടുക്കും. കുഞ്ഞായപ്പോഴും അറിയാതെ പറിച്ചിട്ടുണ്ടോ? ടൊമാറ്റോ പറിക്കാൻ നീ വാ. നമുക്ക് ആദ്യമേ തന്നെ ഈ പറിച്ച തക്കാളിക്ക കൊണ്ട് നല്ലൊരു ചട്നി ഉണ്ടാക്കാം. തേങ്ങയൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ചട്നി ഉണ്ടാക്കാം. അതിനുവേണ്ടി നന്നായിട്ട് പഴുത്ത 3-4 തക്കാളിക്ക ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ചെറുതാണ്. നിങ്ങൾ വലിയ തക്കാളിക്കയാണെങ്കിൽ ഒരു 2 എണ്ണം മതിയാവും. 2 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ, കുറച്ച് കായം ചേർക്കുന്നുണ്ട്, കാശ്മീരി മുളക് പൊടി, ഉപ്പ്, ഒരു 10-12 വറ്റൽമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അരി മാറ്റിയിട്ടുണ്ട്. ഈ അരി ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇവിടെ ഒരുപാട് എരിവ് എൻ്റെ ഹസ്ബൻഡിനൊന്നും ഇഷ്ടമില്ല. നിങ്ങൾക്ക് എരിവ് നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അരി മാറ്റേണ്ട ആവശ്യമില്ല. അരി മാറ്റിയുള്ള ഈ സ്കിന്നിൽ മുളകിൻ്റെ ഒരു ടേസ്റ്റ് കൊണ്ട് ഒരു നല്ല കളറും കിട്ടും. 4-5 വെളുത്തുള്ളി എടുക്കാം. കടുകും ഉഴുന്നുപരിപ്പ് എടുത്തിട്ടുണ്ട് കടുക് പൊട്ടിക്കാൻ വേണ്ടി. കറിവേപ്പില ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി എണ്ണ നോക്കുമ്പോൾ നല്ലൊരു മണമാണ്. വറ്റൽമുളക്, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയിൽ കുറച്ച് ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് പെട്ടെന്ന് മുരിഞ്ഞ് വരട്ടെ. സവാള ഒരു വിധം വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളിക്ക് ചേർക്കാം. മൂടി വെച്ച് വേവിച്ചാൽ പെട്ടെന്ന് തന്നെ വെന്ത് സോഫ്റ്റായി കിട്ടും. തക്കാളിക്ക് സവാളയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. 1/2 സ്പൂൺ കായപ്പൊടി ചേർക്കാം. ചട്നിക്ക് കായത്തിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ നന്നായിട്ട് ടേസ്റ്റ് ഉണ്ട്. സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഉപ്പ് പാകമാണോ നോക്കി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ആറുമ്പോൾ നമുക്ക് ഇത് തക്കാളി ഒന്ന് അരച്ചെടുക്കാം. തക്കാളി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല മൈദ അരയ്ക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം എരിയുണ്ട്, പുളിയുണ്ട്, പാകത്തിന് ഉപ്പുണ്ട്. മുളകിലെ സീഡ് മാറ്റി നന്നായി. അതുകൊണ്ട് ഇവിടുത്തെ പാകത്തിനുള്ളൊരു എരിവാണ്. ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ച് ചേർക്കാം. പാൻ ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ചേർക്കാം.
തക്കാളി ചട്നിയൊക്കെ ഉണ്ടാക്കാം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ. കടുകും ഉഴുന്നുപരിപ്പും ചേർക്കാം. 1 സ്പൂൺ കടുകും 1 സ്പൂൺ ഉഴുന്നുപരിപ്പുമാണ് ചേർത്തിരിക്കുന്നത്. കറിവേപ്പില ചേർക്കാം. അത്യാവശ്യം വെള്ളം മാത്രം ഒഴിച്ച് അരച്ചെടുക്കാം. ഇത് ഞാൻ ഇന്നലെ ദോശയ്ക്ക് അരച്ച് വെച്ചതാണ്. ദോശമാവും ക്യാരറ്റും 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർക്കുക. ഉപ്പ് നമ്മൾ സാധാരണ ദോശയ്ക്ക് ചേർക്കുന്നതിനേക്കാൾ ഒരു ശകലം താഴെ ഉപ്പ് ചേർത്താൽ മതിയാവും. ഞാൻ മാവിൻ്റെ 1/4 ഭാഗമാണ് ക്യാരറ്റ് അരച്ചത് ചേർത്തിരിക്കുന്നത്. പാൻ ചൂടായിട്ടുണ്ട്. ആവശ്യമെങ്കിൽ എണ്ണ തടവാം. ക്യാരറ്റ് കൂടുതലാണെങ്കിലും ഈ നടുഭാഗമൊക്കെ നന്നായിട്ട് ഉണങ്ങിയില്ലെങ്കിലും മറിച്ചിടാൻ പാടായിരിക്കും. ഇപ്പം നമ്മുടെ അടിപൊളി തക്കാളി ചട്നിയും ക്യാരറ്റ് ദോശയും റെഡി ആയിട്ടുണ്ട്. പച്ചക്കറികൾ ഇഷ്ടമില്ലാത്ത കുട്ടികളെ കൂടി പച്ചക്കറികളൊക്കെ കഴിപ്പിക്കാനൊരു നല്ല മാർഗ്ഗമാണിത്. കഴിച്ചോ.